എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ യുവതിയെ മർദ്ദിച്ച സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്ന് മർദ്ദനമേറ്റ യുവതി ഹൈക്കോടതിയിൽ ഹർജി നൽകി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് ഷൈമോൾ ആവശ്യപ്പെട്ടു. കേസ് വിശദവാദം കേൾക്കാൻ ജനുവരി 17-ന് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, പോലീസ് ആക്രമണത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം നീക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മർദ്ദനമേറ്റ യുവതി അടക്കം ഉന്നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. കാർത്തു, അതുതന്നെയാണ് ഈ ഒരു ആക്രമണത്തിൽ മർദ്ദനമേറ്റ അല്ലെങ്കിൽ ഈ ഒരു പോലീസിന്റെ അതിക്രമത്തിൽ മർദ്ദനമേറ്റ ഷൈമോൾ എന്ന യുവതിയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷൈമോൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഒരു വാദമാണ് ഇനി ജനുവരി 17-ന് ആ ഒരു കേസിൽ വാദം കേൾക്കാനായിട്ട് ഹൈക്കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് ജനുവരി 17-ന് കേസിൽ വിശദമായ വാദം കേൾക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കേസിൽ ഈ ഒരു പ്രതാപ് ചന്ദ്രനെതിരെ വകുപ്പ് തല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ വകുപ്പ് തല അന്വേഷണം വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അതായത് കേസ് എടുക്കണമെന്നൊരു ആവശ്യമായിരുന്നു കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതി സമീപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. 2024 ജൂണിലായിരുന്നു ഇത്തരത്തിലൊരു കേസിന് ആസ്പദമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഷൈമോളുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുവരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഷൈമോൾ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം തിരക്കുന്നതിനിടെയാണ് ഈ പ്രതാപ് ചന്ദ്രൻ ഷൈമോളുടെ മുഖത്തടിക്കുന്നതും പിടിച്ചുന്തുന്നതും. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഷൈമോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജൂണിൽ ഈ ഒരു കേസ് ഉണ്ടാകുന്നു. അതായത് ഷൈമോളുടെ ഭർത്താവ് ഇത്തരത്തിൽ പോലീസ് മറ്റ് പ്രതികളെ പിടിച്ചുകൊണ്ടു പോകുന്നതിന്റെ ഒരു വീഡിയോ ചിത്രീകരിച്ചു എന്ന് ആരോപിച്ചാണ് ഷൈമോളുടെ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുവരുന്നത്. അതിന് പിന്നാലെ ഷൈമോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് വന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം, ഈ ഒരു പോലീസുമായി നടന്ന ചോദ്യം അല്ലെങ്കിൽ പോലീസുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കവെയാണ് പ്രതാപചന്ദ്രൻ ഷൈമോളിനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ആക്രമണത്തിൽ ഷൈമോളുടെ മുഖത്താണ് പരിക്കേറ്റത്, അല്ലെങ്കിൽ മുഖത്തടിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്, അതായത് പ്രതാപചന്ദ്രൻ ചെയ്തത്. അന്ന് ഗർഭിണിയായിരുന്നു ഷൈമോൾ, കൂടാതെ കുഞ്ഞുങ്ങളും ഒപ്പം ഉണ്ടായിരുന്നു. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് പോലീസ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. പക്ഷേ ഇതുമായി സംബന്ധിച്ച് അന്ന് പോലീസ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല സംഭവം നടന്നതെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം. തുടർന്ന് ഷൈമോൾ തന്നെയാണ് ഈ ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ കാര്യങ്ങൾ എന്തായാലും എല്ലാവർക്കും അറിയാൻ സാധിക്കുമെന്ന ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സമീപിക്കുന്നതും ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കുടുംബത്തിന് നൽകണമെന്നൊരു കോടതി ഉത്തരവിടുന്നത്. അതിന് പ്രകാരം ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും ഈ ഒരു കൊടും ക്രൂരത പുറം ലോകം അറിയുന്നതും. എന്തായാലും ഈ SHOക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു ഡെലിവറി ജീവനക്കാരനെ ഇത്തരത്തിൽ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് ഡെലിവറി ജീവനക്കാരനും ഈ ഒരു SHOക്കെതിരെ പരാതി നൽകിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് പരാതികളും ഈ ഒരു SHOക്കെതിരെ ഉയർന്നുണ്ട്. അകാരണമായി ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികളാണ് ഇപ്പോൾ SHOക്കെതിരെ ഉയർന്നു വരുന്നത്. എന്തായാലും നിലവിൽ SHOയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഈ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു SHOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ SHOക്കെതിരെ വകുപ്പ് തല അന്വേഷണം തുടങ്ങുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇനി അത് ഇപ്പോൾ മജിസ്ട്രേറ്റ് തല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് യുവതി കോടതി സമീപിച്ചത് കൊണ്ട് തന്നെ ഇനി ഏത് തരത്തിലായിരിക്കും ഈ ഒരു അന്വേഷണം എന്നുള്ളതൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും SHOക്കെതിരെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു SHOക്കെതിരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ പോലീസിന്റെ ക്രൂരത കൂടുമ്പോഴും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ ഒരു SHOക്കെതിരെയും അല്ലെങ്കിൽ ഒരു ആക്രമണത്തിനെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ SHOക്കെതിരെ നടപടി എടുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ശരി, വ്യക്തമാണ്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.